മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. KSU പ്രവർത്തകരുടെ ആംബുലൻസിലെ സെൽഫി ഫോട്ടോ പുറത്തുവിട്ട് SFI. കുട്ടനല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാൽ ആണ് മരിച്ചത്. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്ഡെ ആണ് അറസ്റ്റിലായത്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണം വിജയകരം. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി ധനേഷാണ് മരിച്ചത്. നിരോധനം അവഗണിച്ച് കുറുമാലിപ്പുഴയിൽ വീണ്ടും പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക മൺചിറ നിർമ്മാണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണം. തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി. ജനറൽ ഫാദർ ജെയ്സൺ കൂനം പ്ലാക്കലിനെ പുതിയ വികാരി ജനറലായി നിർമ്മിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഫിനാൻസ് ഓഫീസർ. വാർത്തകൾ വിശദമായി. ഡിസോൺ കലോത്സവത്തിൽ SFI നേതാക്കളെ ആക്രമിച്ച കേസിൽ 3 KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. SFI നേതാക്കളുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. തിങ്കളാഴ്ച രാത്രി 12ഓടെയായിരുന്നു മാള ഹോളിഗ്രേസിൽ നടന്ന ഡിസോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതേസമയം കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനായി KSU പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന് ആരോപിച്ച് SFI പ്രവർത്തകർ രംഗത്തെത്തി. KSU പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നെടുത്ത സെൽഫി SFI പ്രവർത്തകർ പുറത്തുവിട്ടു. KSU നേതാക്കളുടെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയ SFI DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മാളയിലെ ഡിസോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരായ ആദിത്യൻ, നിഹാൽ, റഹ്മാൻ എന്നിവരുടെ വീടുകളിൽ കയറി കഴിഞ്ഞ ദിവസം രാത്രി SFI DYFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ K. അജിത് കുമാർ, PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ശശി മംഗലം എന്നിവർ ആവശ്യപ്പെട്ടു. കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFIയും അതുപോലെ DYFIയും നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് KSU പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായി. നിവൃത്തിയില്ലാതെയാണ് KSU പ്രവർത്തകർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ തിരിച്ച് പ്രതിരോധം തീർത്തത്. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. അപ്പം അന്ന് കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ, വടക്കാഞ്ചേരിക്കാരനായ KSU ജില്ലാ സെക്രട്ടറിയാണ്. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാനും SFIക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുക. ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി. SFI ഒരു ഗുണ്ട സംഘടന, ക്രിമിനൽ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അതിശക്തമായി SFIയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. ആദിത്യൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും. തൃശൂർ നഗരത്തിൽ SFI പ്രവർത്തകർ പ്രകടനം നടത്തി. മാളയിലെ ഡിസോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ ശാന്തിനഗർ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാൽ ആണ് മരിച്ചത്.
തൃശൂർ കുട്ടനല്ലൂരിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ഇരുവരും പ്രണയത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ യുവാവ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിയും മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞുടച്ച ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത്. വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് യുവാവിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്ഡെ ആണ് അറസ്റ്റിലായത്. മുംബൈയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 18-ന് തൃശൂർ കൊക്കാലയിലെ കൊറിയർ സ്ഥാപനത്തിലേക്ക് വന്ന പാഴ്സലിൽ നിന്ന് 4 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. തുടരന്വേഷണത്തിൽ ജിംനേഷ്യ ഉടമ നെടുപുഴ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുംബൈ വഴിയുള്ള കഞ്ചാവ് കടത്തിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിനെക്കുറിച്ചും വിവരം ലഭിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊറിയർ ദാദ എന്ന് വിളിക്കുന്ന യോഗേഷ് ഗണപത് മുംബൈയിൽ നിന്ന് പോലീസ് പിടിയിലാകുന്നത്. ബഹിരാകാശ രംഗത്ത് ISROയിലൂടെ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇസ്രോയുടെ 100ാം വിക്ഷേപണ ദൌത്യം വിജയത്തിലെത്തിച്ചു. രാവിലെ 6:23-ന് 2ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്ന GSLV F-15 റോക്കറ്റ് 2ാം തലമുറ ഗതിനിർണായ ഉപഗ്രഹമായ NVS-02-വിനെ വിജയകരമായി ഭ്രമണപഥത്തിൽ വിന്യസിച്ചു. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-02 സാറ്റലൈറ്റ്. മലയാളിയായ തോമസ് കുര്യനായിരുന്നു മിഷൻ ഡയറക്ടർ എന്നത് കേരളത്തിനും ഏറെ അഭിമാനകരമായി. Lift-off normal. Magnificent lift-off of GSLV F-15 NVS-02 mission. 100th launch mission of ISRO embarks on its journey. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി പറങ്ങനാട്ട് പീതാംബരന്റെ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ മറ്റം തൃശൂർ റോഡിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ എളവള്ളി കടവല്ലൂർ ബസ് സ്റ്റോപ്പിലാണ് അപകടം. യാത്രക്കാർ കയറിയതിനു ശേഷം വിസിലടിച്ച് ബസിന്റെ മുൻവാതിൽ വഴി ഓടിക്കയറിയതായിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി വീണതിനെ തുടർന്ന് ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങിയാണ് അപകടം. കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജലരേഖയായി. ചിറകളുടെ നിർമ്മാണത്തിന് ഈ വർഷവും ഉപയോഗിച്ചത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ്. പുഴയോര പഞ്ചായത്തുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് വർഷങ്ങളായി കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകൾ കെട്ടിവരുന്നത്. വരന്തരപ്പള്ളി, മറ്റത്തൂർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ ജലസേചനവും കുടിവെള്ള വിതരണവും സുഗമമാക്കാനും മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് വേനൽക്കാലത്ത് 4 ഇടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത്. പണ്ട് ഈ താൽക്കാലിക ചിറകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വൃക്ഷങ്ങളുടെ ചില്ലകളും മുളയും മണ്ണും മാത്രമായിരുന്നു. മണൽ ചാക്കുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മണ്ണും മണലും നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറകെട്ടാൻ ഉപയോഗിക്കുന്നത്. കുറുമാലിപ്പുഴയിലെ 4 തടയണകളിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചിട്ടാണ് വർഷാവർഷം ഇവർ ഇറിഗേഷൻ വകുപ്പ് തടയണ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം 2 വർഷം മുന്നേ കമ്മീഷൻ്റെ ഉത്തരവുണ്ട്. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിച്ച് ചിറ നിർമ്മാണം പാടില്ല എന്നും മറ്റ് എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിറ നിർമ്മിക്കാനാണ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വകുപ്പിന് കമ്മീഷൻ ഉത്തരവ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചാലക്കുടി താലൂക്ക് പരിഹാര അദാലത്തിൽ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അവരുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറെ വിളിച്ചു വരുത്തുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ജനുവരി 2ാം വാരത്തോടെ ചിറകളുടെ നിർമ്മാണം ഇറിഗേഷൻ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മണലും മണ്ണും നിറച്ച ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. മഴക്കാലത്ത് ചിറകൾ പൊട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ അത്രയും പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നത് പുഴവെള്ളം മലിനമാകാൻ കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് 2023 മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു.
ഇത് പരിഗണിച്ച കമ്മീഷൻ ചിറനിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കാനും ബദൽ സാധ്യതകൾ തേടാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് കഴിഞ്ഞ വർഷവും ഇത്തവണയും കുറുമാലിപ്പുഴയിൽ ചിറനിർമ്മാണം നടത്തിയതെന്ന് രവീന്ദ്രനാഥ് ആരോപിച്ചു. ഓരോ ചിറയിലും 10,000-കണക്കിന് ചാക്കുകളാണ് ഓരോ വർഷം പുറത്തു പോകുന്നത്. അപ്പോൾ ഇത് പുഴയെ മലിനമാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചിറയ്ക്ക് ഉപയോഗിക്കുന്നത് ഉണ്ടങ്കല്ലുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മലിനീകരണ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നയമാക്കിയ സർക്കാർ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കലരാനിടയാക്കുന്ന തരത്തിലുള്ള ചിറനിർമ്മാണത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് KG രവീന്ദ്രനാഥ്. TCV കൊടകര. തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കലിനെ പുതിയ വികാരി ജനറലായി നിയമിച്ചു. തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസറായി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തിലിനെയും വൈസ് ചാൻസലറായി ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്തിനെയും നിയമിച്ചു. 143 വൈദികരെ മാറ്റി നിയമിച്ചു. പുതിയ നിയമനം ഫെബ്രുവരി 5 മുതൽ പ്രാബല്യത്തിൽ വരും. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പുന്നംപറമ്പ് സെന്റർ വികസനവും കനാൽ പാലം നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. സേവ്യർ ചുറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. 7 മീറ്റർ മാത്രം വീതിയുണ്ടായിരുന്ന പുന്നംപറമ്പ് കനാൽ പാലം 22 മീറ്റർ വീതിയിലാണ് പൊളിച്ചു പണിയുന്നത്. ദേശീയപാത 544-ലെ മുടിക്കോട് നിന്ന് ആരംഭിച്ച് വടക്കാഞ്ചേരി വാഴാനി റോഡിലെ കരുമത്ര സെന്ററിൽ അവസാനിക്കുന്ന 18.65 കിലോമീറ്റർ ദൂരമാണ് പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായി ഉന്നത നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. ടൂറിസം കോറിഡോർ പൂർത്തിയാകുന്നതോടെ പീച്ചിയിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും അതിവേഗം വാഴാനിയിലേക്ക് എത്താനുമാകുമെന്ന് MLA പറഞ്ഞു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, AK സുരേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആ കനാൽ പാലം 11 മീറ്റർ പാലം നേരത്തെ നിർമ്മിച്ചിരുന്നു. തുടർന്നുള്ള സ്പാൻ 11 മീറ്ററിൻ്റെ കൂടി പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ്. മൊത്തം 22 മീറ്ററാണ് പുന്നംപറമ്പ് കനാൽ പാലത്തിൻ്റെ വീതി രൂപപ്പെടുന്നത്. ദേശീയപാത കയ്പമംഗലം കാളമുറിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. കൂരിക്കുഴി സ്വദേശി വളവത്ത് വീട്ടിൽ സൂരജിനാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ ഭാഗത്തുനിന്നും വന്നിരുന്ന കാറും പെരിഞ്ഞനം ഭാഗത്തുനിന്നും വന്നിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസെത്തി വാഹനങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫുട്ബോളിൽ കഴിവുള്ളവരെ കണ്ടെത്തി മതിയായ പരിശീലനം നൽകിയാൽ 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയ്ക്ക് ലോകകപ്പ് കളിക്കാനാകുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ. തന്റെ വിജയത്തിന് പിന്നിൽ അമ്മയും ഭാര്യയുമെന്നും IM വിജയൻ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ ഭാര്യ രാജയോടൊത്ത് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ. രാഷ്ട്രീയം സംഭവം സിനിമയിൽ എന്തായാലും അവർ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രൊഡ്യൂസറിന്റെ കാഴ്ചകളായ മടിയും അങ്ങനത്തെ രാഷ്ട്രീയം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ ഒരു സ്പോർട്സ്മാനാണ്, ഒരു നാഷണൽ ഫിഗറാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് നല്ലത് എനിക്ക് ഞാനൊരു ഫ്രീ ബാഡാണ്. ഇങ്ങനെ ഇരുന്ന് നടക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. ഇപ്പോ ചേച്ചിക്ക് അതുപോലെ സച്ചിന് കൊടുത്ത പോലെ ഡയറക്റ്റ് സ്പോർട്സിന്റെ പേര് ഒരു MP സ്ഥാനം തന്നെ ഞാൻ കണ്ടെന്ന് നോക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നത് അതൊരു പാർട്ടിയല്ലായിരുന്നു. കാരണം ഒരു സ്പോർട്സ്മാനായിരുന്നു. ആകെ അറിയുന്ന പണി പന്തുകളിയാണ്. അതുമായി ചെന്നുപെട്ടത് കേരള പോലീസ് എന്ന പുലിമടയിൽ. കഴിവുറ്റ കളിക്കാരുള്ള പോലീസ് ടീമിന്റെ പിന്തുണയാണ് തനിക്ക് ആത്മവിശ്വാസവും വിജയവും നേടിത്തന്നത്. അർജുന അവാർഡിനെന്ന പോലെ പത്മശ്രീക്കും എല്ലാ തവണയും അപേക്ഷ നൽകാറുണ്ട്. കിട്ടുന്നതുവരെ അപേക്ഷിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ എന്നായിരുന്നു നർമ്മത്തിലുള്ള മറുചോദ്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതെ എല്ലാവരുമായും നല്ല ബന്ധം തുടർന്ന് ഒരു സ്വതന്ത്ര പറവയെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം. സ്പോർട്സിന്റെ പേരിൽ ആരെങ്കിലും MP സ്ഥാനം തന്നാൽ സ്വീകരിക്കും. കിട്ടിയാൽ വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള അഹംഭാവം തനിക്കില്ലെന്നും താരം തമാശയായി പറഞ്ഞു. 1000 കോടി കൊടുത്താലും കിട്ടാത്ത അംഗീകാരം തനിക്ക് തന്നത് ഫുട്ബോളാണ്. അതിൻ്റെ പ്രശസ്തി താൻ എന്നും വിലമതിക്കും.
ഇന്ത്യയിൽ ക്രിക്കറ്റിനോളം പ്രചാരമില്ലാത്ത ഫുട്ബോളിന് ISL വന്നത് ഏറെ ഗുണകരമായിട്ടുണ്ട്. മറ്റു രാജ്യക്കാരെ പോലെ കഴിവുള്ള ഫുട്ബോൾ കളിക്കാർ ഇവിടെയുമുണ്ട്. കഴിവുള്ള കുറച്ച് കുട്ടികളെ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയി നല്ല പരിശീലനം നൽകിയാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ 25 വർഷത്തിനുള്ളിൽ നമുക്ക് കളിക്കാനാകും. ഫുട്ബോളിന് വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മുടെ പിള്ളേർക്കായാലും. പഴയമാരല്ലോ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് നല്ല കാശ് ഫെയിമുണ്ട്, കാശുണ്ട്. ഒരു ചെറിയൊരു പ്രായത്തിൽ കുറച്ച് കുട്ടികളെ എടുത്തിട്ട്, പക്ഷെ നമ്മുടെ അതിനുള്ള ഫണ്ട് ഉണ്ടാവണ്ടേ, എടുത്ത് പുറത്തൊക്കെ വിട്ട് നല്ലൊരു 10-40 പേരിനെ ചെറിയ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല നല്ല പ്ലേയേഴ്സിനെ അവരെടുത്ത് കൊണ്ടുകൊണ്ട് അവരുടെ PR കൊടുത്ത് എവിടെ ഏത് ടീമായാലും ഇപ്പോൾ ഫ്രാൻസ് ആയാലും ഇറ്റലിയായാലും ഒക്കെ ചെയ്യാൻ പുറത്തുനിന്നുള്ള എടുത്ത് PR കൊടുത്ത് പിന്നെ അവരവിടെ കളിപ്പിക്കലാണ്. അത് അവര് നല്ല നല്ല നമ്മുടെ അവിടുത്തെ ടാലന്റ് കുറവൊന്നുമില്ല ഇന്ത്യയിൽ. പക്ഷെ അത് ലോകത്തിന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ലോ. അങ്ങനെ തീർച്ചയായും 10-25 വർഷത്തിനുള്ളിൽ ഇങ്ങനെ പോകാൻ വേൾഡ് കപ്പ് കളിക്കാം. ജോലിയിൽ നിന്ന് വിരമിച്ചാൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പിന്തുണ നൽകാമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. അർജന്റീന ടീം കേരളത്തിൽ വരുന്നത് ഫുട്ബോൾ പ്രേമികളിൽ ഉണർവുണ്ടാക്കുമെന്നും വിജയൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ സിനിമാ തിയേറ്റർ വളപ്പിൽ തീപിടുത്തം. തെക്കേ നടയിലെ ശ്രീകാളേശ്വരി തിയേറ്ററിന്റെ വളപ്പിലാണ് തീപിടുത്തമുണ്ടായത്. തിയേറ്ററിന്റെ പിറകിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഇരിപ്പിടങ്ങളുടെ ഫോം ഉൾപ്പെടെയുള്ള മാലിന്യത്തിനാണ് തീപിടിച്ചത്. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും തിയേറ്റർ ജീവനക്കാരും ചേർന്ന് തീയണച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത സംഭവസ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ടൗണിൽ സ്ലാബിൽ തട്ടി വീണുള്ള അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം സ്ലാബ് തകർന്ന് ഓടയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റിരുന്നു. പൈങ്കുളം സ്വദേശിയും ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയുമായ ആര്യയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ വർഷമുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അപകടങ്ങളെ തുടർന്ന് സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ നിരപ്പല്ലാതെ ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. പൊതുമരാമത്തിന്റെ അനാസ്ഥയാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് ആക്ഷേപം. തോളൂർ മുള്ളൂർ കായൽ പരിസരത്ത് CCTV ക്യാമറ വെക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യത്തിന് പരിഹാരമായി. മുള്ളൂർ കായൽ റോഡരികിൽ CCTV ക്യാമറ സ്ഥാപിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ക്യാമറയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. നിജിൽ PJ, ശ്രീജിത്ത് M. നായർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡിനിരുവശവും പ്ലാസ്റ്റിക് കവറുകളിൽ മാലിന്യം തള്ളുന്നതും സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ ലോറികളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതും വലിയ തലവേദനയായിരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ കടലാമയുടെ ജഡം കരക്കെടിഞ്ഞു. മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് കമ്പനിക്കടവിന് സമീപം ജഡം കരക്കെടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ബോട്ടിന്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ കടലാമ ചത്ത ശേഷം കരക്കെടിഞ്ഞതാകാമെന്ന് കരുതുന്നു. കടപ്പുറത്ത് കാക്കകൾ കൊത്തിവലിക്കുന്ന നിലയിലാണ് ജഡം. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയുടെ മുന്നിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K. കുഞ്ഞുണ്ണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് MV ജോസ്, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ, കോൺഗ്രസ് നേതാവ് തോമസ് ചിറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മറ്റ് കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, ജോയ് ചെറിയാൻ, AP ബാബു, PS രാജൻ, മോഹൻകുമാർ പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഷാജുവിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം 136 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണം നടത്തി. ബൂത്ത് പ്രസിഡന്റ് AK രവി അധ്യക്ഷനായി. MM സലീം, MC ഐജു, സുധീഷ് പറമ്പിൽ, MK ജോസ്, നജീബ് കൊമ്പത്തേയിൽ, സഫീന അസീസ്, NK കബീർ, ചന്ദ്രപ്രകാശ്,
ഇടമന തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കല്ലുംപുറം റോഡ് ടാറിങ്ങും കുന്നംകുളം ജംഗ്ഷൻ വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ. ഇത് സംബന്ധിച്ച് ഇന്നലെ AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ KSTP, KRFB ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുതല മേധാവികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനമായത്. റോഡ് ടാറിങ്ങിനും ജംഗ്ഷൻ വികസനത്തിനും അനുബന്ധമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വാട്ടർ അതോറിറ്റിയും KSEBയും ഒരുക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കുന്നംകുളം ജംഗ്ഷനിലെ പട്ടാമ്പി, ഗുരുവായൂർ, വടക്കാഞ്ചേരി, തൃശൂർ റോഡുകൾ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ നീളത്തിൽ 88.5 മീറ്റർ വീതിയിലാണ് പുനർനിർമ്മിക്കുക. ചൂണ്ടൽപ്പാടത്ത് 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കും. ഇവിടെ 6 കലുങ്കുകൾ പുനർനിർമ്മിക്കും. നിലവിലുള്ള റോഡ് ചില ഭാഗങ്ങളിൽ വീതി കൂട്ടിയും ചില ഭാഗങ്ങളിൽ നിലവിലുള്ള വീതിയിലുമായിരിക്കും ടാറിംഗ് പൂർത്തീകരിക്കുക. ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. മഴയ്ക്ക് മുമ്പ് മഴുവഞ്ചേരി ചൂണ്ടൽ റോഡ് ടാറിംഗും ജൂണിൽ കുന്നംകുളം ജംഗ്ഷനിൽ വികസനവും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, KSTP ചീഫ് എഞ്ചിനീയർ അൻസാർ, KRFB ചീഫ് എഞ്ചിനീയർ അശോക് കുമാർ, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ബിജു C ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. ചേലക്കര കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി യോഗം ചേർന്നു. പള്ളി ജാറമംഗണത്തിൽ നടന്ന യോഗം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM പത്മജ, PK മുരളീധരൻ, കുന്നംകുളം ACP CR സന്തോഷ്, ചേലക്കര CI സതീഷ് കുമാർ, ഫോറസ്റ്റ് ഓഫീസർ SN രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 13, 14, 15 തീയതികളിലാണ് പ്രസിദ്ധമായ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച. ഓരോ സമയത്തും നമുക്ക് ഇഷ്ടമനുസരിച്ച് മേപ്പാടം സെന്ററിൽ കമ്മിറ്റി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടപ്പാക്കി വരുന്ന അക്കാദമിക് മുന്നേറ്റ പരിപാടിയുടെ ഭാഗമായി ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ സംസ്ഥാന മികവുത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികളുടെ വിവിധ തലങ്ങളിലെ മികവ് ഉയർത്തുന്നതിനായി KSTA 14 ജില്ലകളിലെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ 10 പദ്ധതികളുടെ ഭാഗമായുള്ള പഠന തെളിവുകളുടെ പ്രദർശനം, കുട്ടികളുടെ അവതരണം, ശില്പശാല, സംവാദം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംസ്ഥാന മികവുത്സവം സംഘടിപ്പിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ PK ഷാജൻ, KSTA ജനറൽ സെക്രട്ടറി K ബദറുന്നീസ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നമ്പീർ, പ്രസിഡന്റ് K പ്രമോദ്, സാജൻ ഇഗ്നീഷ്യസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ യുവകലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് രാജ്യസഭാംഗം PP സുനീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുന്നയൂർക്കുളം സൈനുദ്ദീൻ രചിച്ച ക്രിമിനൽ താമസിച്ചിരുന്ന വീട് എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, എഴുത്തുകാരൻ PK പാറക്കടവിന് നൽകി പ്രകാശനം ചെയ്യും. ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് PM സതീശൻ, ഗ്രന്ഥകർത്താവ് പുന്നയൂർക്കുളം സൈനുദ്ദീൻ, മാധ്യമപ്രവർത്തകൻ GB കിരൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറാക്കിയ സംസ്ഥാന സർക്കാരിനെതിരെ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കക്കാട് റേഷൻ കടയ്ക്ക് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കൌൺസിലർ ഷാജി ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് കൈമാറി. കായിക ഉപകരണങ്ങളും സാമഗ്രികളും കുറവ് കായിക പരിശീലനത്തിന് തടസ്സമാകുന്നതായി ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ കളക്ടറെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കളക്ടറിന്റെ ഇടപെടലിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് അനുവദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചെക്ക് കൈമാറി. PTA പ്രസിഡന്റ് ഷീബ രാജേഷ് ചടങ്ങിന് അധ്യക്ഷയായി. വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ്, പോളി സെബാസ്റ്റ്യൻ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി CR വർഗീസ്, PTA അംഗം റോബർട്ട് ആൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു.
വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിൽ നടന്നു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA സല്യൂട്ട് സ്വീകരിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തൃശൂർ സിറ്റി അഡീഷണൽ ACP KA ശശിധരൻ, വടക്കാഞ്ചേരി SHO റിജിൻ M തോമസ്, വാർഡ് കൌൺസിലർ സന്ധ്യ കൊടൈക്കാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പൂർണ്ണമായി ദേശീയ യോഗ കിരീടം ഗുരുവായൂർ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്. ഗോവയിൽ നടന്ന നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100ഓളം സ്കൂളുകളെ പിന്തള്ളിയാണ് ഗോകുലം സ്കൂൾ വിജയിച്ചത്. കേരളത്തെ പ്രതിനിധീകരിച്ച് സ്കൂളിൽ നിന്നും പങ്കെടുത്ത 28 കുട്ടികൾക്കും വിവിധ ഇനങ്ങളിലായി മെഡലുകൾ ലഭിച്ചു. വിജയ് റാലി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KP ശ്രീജിത്ത്, സിതാര ധനനാഥ്, വൈസ് പ്രിൻസിപ്പൽ ബീജ വിസി, യോഗാധ്യാപിക അർച്ചന എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്തും പിന്നോക്ക വികസന വകുപ്പും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാഗ കാക്കതുരത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, രാജീവ് മണികണ്ഠൻ, എളവള്ളി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ഡോക്ടർ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA ലോഗോ പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ, MB മുബാറക്, കമറുൽ ഹഖ്, UY ഷമീർ, KB ബീന, അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെയും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണവുമായി സംഘടിപ്പിച്ച സൈക്കിൾ റാലി ET ടൈസൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അഭിമാനമായ നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ കടന്നു പോകുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ ലഹരി വിരുദ്ധ എടതിരുത്തി പഞ്ചായത്ത് മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. എടതിരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഫാത്തിമ അഷ്റഫ് അധ്യക്ഷയായി. വെറ്റിനറി ഡോക്ടർ CB സോമു, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ VB പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പാലുവായി റോഡിലെ ചോമായമംഗലത്ത് മനയുടെ നടവഴികളിലൂടെ നടന്നും കാവുകളുടെ കാഴ്ചകൾ കണ്ടറിഞ്ഞും MUALP സ്കൂൾ വിദ്യാർത്ഥികൾ. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രഥമ അധ്യാപകൻ ഡൊമിനിക് സാവിയോ, അധ്യാപികമാരായ സിനി, മെർലിൻ, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, AA ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ഡോക്യുമെന്ററി സ്കൂൾ നവതി ആഘോഷ സമാപനത്തിൽ പ്രദർശിപ്പിക്കും. റാഫി നീലങ്കാവിൽ സംവിധാനവും KJ ജസ്റ്റിൻ എഡിറ്റിംഗും ക്യാമറയും നിർവഹിക്കുന്നു. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി നടന്ന കുമരനല്ലൂർ ദേശത്തിന്റെ ദേശപ്പാന ഭക്തി നിർഭരമായി. ദേശക്കാരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ കാലിടൽ ചടങ്ങ് നടന്നു. കൃഷ്ണൻകുട്ടി കാരുമത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കറുവണ്ണ ക്ഷേത്ര നടയിൽ നിന്നും ഭഗവതിയെ താലത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. പിന്നീട് കൂറയിടൽ, തെണ്ട് നാട്ടൽ, കൊട്ടിവെച്ച് അകംപൂകൽ ചടങ്ങുകളും നടന്നു. പാനവലത്ത് കനലാട്ടം, കോമരത്തിന്റെ കൽപ്പന, ഗുരുതി സമർപ്പണം എന്നീ ചടങ്ങുകളോടെ ദേശപ്പാനയ്ക്ക് സമാപനമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ മുകുളം കിഡ്സ് ഫെസ്റ്റ് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക ബീന ജേക്കബ്, PTA പ്രസിഡന്റ് OV ഷനോജ്, പ്രോഗ്രാം ചെയർപേഴ്സൺ ഉദയ കൃഷ്ണ, SMC ചെയർമാൻ TG കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നൽകിവരുന്ന അന്നദാനം 3ാം വർഷത്തിലേക്ക്. അന്നദാനം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി കുന്നംകുളം സമിതി പ്രസിഡന്റ് വി. എ. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്ര മുൻ മേൽശാന്തി വെട്ടിക്കാട്ടൂർമന നാരായണൻ നമ്പൂതിരി, സേവാഭാരതി ജില്ലാ സെക്രട്ടറി ഗീത തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7560, പവന് 60,480. വെള്ളി ഗ്രാമിന് 98, പ്ലാറ്റിനം ഗ്രാമിന് 3311 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 3 KSU പ്രവർത്തകർ അറസ്റ്റിൽ. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. KSU പ്രവർത്തകരുടെ ആംബുലൻസിലെ സെൽഫി ഫോട്ടോ പുറത്തുവിട്ട് SFI. കുട്ടനല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാൽ ആണ് മരിച്ചത്. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്ഡെ ആണ് അറസ്റ്റിലായത്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണം വിജയകരം. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറക്കാട് സ്വദേശി ധനേഷാണ് മരിച്ചത്. നിരോധനം അവഗണിച്ച് കുറുമാലിപ്പുഴയിൽ വീണ്ടും പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക മൺചിറ നിർമ്മാണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണം. തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ. ഫാദർ ജെയ്സൺ പൂനം പ്ലാക്കലിനെ പുതിയ വികാരി ജനറലായി നിയമിച്ചു. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഫിനാൻസ് ഓഫീസർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.